അല്ലേ? ഇനി എയർപോർട്ടിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിയിട്ട് സിദ്ധു സാറിന്റെ കൂടെ സിനിമയ്ക്ക് പോയി കാണോ? റോയ് സാർ വരും. പപ്പ വാ, നമുക്ക് അകത്തോട്ടിരിക്കാം. പപ്പ, ഞാൻ പപ്പയ്ക്ക് ഒരു കോഫി എടുത്തിട്ട് വരാം. പോവാൻ വഴിയുണ്ടാ? ഉണ്ടാവില്ല. കൺഫ്യൂഷൻ ആയില്ല. പപ്പ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അത് സിദ്ധുവിന്റെ ടീം പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്റെ ഡിസൈൻസ് ക്ലയന്റിന് മുമ്പിൽ പ്രസന്റ് ചെയ്തോട്ടെ പപ്പ? നോ പ്രോബ്ലം, പ്രസന്റ് ചെയ്യാം. റീവർക്ക് ചെയ്ത സ്ഥിതിക്ക് വണ്ടർ ത്രെഡ് അത് അക്സെപ്റ്റ് ചെയ്യും. യെസ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്യാം, അല്ലേ ഉലഹനാൻ? അതെ സാർ, റെഡിയാണ് സാർ. എത്ര മണിക്കാ മീറ്റിംഗ്? 4:30 സാർ. പപ്പ, ഞാനൊന്ന് റോയെ വിളിച്ചു നോക്കട്ടെ. Hello. Where are you, sir? Are you on the way? Yeah, I am on the way. I will be there in half an hour. Okay. Thank you, sir. Okay. പപ്പ, അദ്ദേഹം വന്നോണ്ടിരിക്കുക. അരമണിക്കൂറിനകം എത്തും. സാറേ, അയാളുടെ 4:30 എന്ന് പറഞ്ഞാലേ ഒരു സെക്കൻഡ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഷാർപ്പാ. അദ്ദേഹം ഇപ്പെത്തും, എത്തിയിരിക്കും സാറേ. പപ്പ ഇവിടെ കംഫർട്ടബിൾ ആണോ? ഒന്ന് നടു നീർത്തണോ സാറേ? റെസ്റ്റ് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നോ, ഐ എം ഫൈൻ. എടോ ഉലഹനാനെ, സാറേ താൻ എന്താ പറഞ്ഞത്? റോയ് പറഞ്ഞതാണ്, ഷാർപ്പ് ടൈമാണ്. 4:30 എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവില്ലാന്ന്. ഇപ്പൊ ടൈം എത്രയായി? 5:20 സാർ. പപ്പ, ഇതെല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് മാറിയതാ. എനിക്കെങ്ങനെയാ തോന്നുന്നേ? ശിവ, റോയി ഒന്നുകൂടി വിളിക്കേ. പപ്പ, ലൈൻ പോകുന്നില്ല. ഒന്നുകൂടി ട്രൈ ചെയ്യേ. സർ, യെസ്, അവര് റെഡിയായി. ഓക്കെ, വരാൻ പറ. വാ സർ. ഗുഡ്, പ്രസന്റബിളാ. ഈ സിനിമ കഴിഞ്ഞ് തിരിച്ച് ഓഫീസിലേക്ക് വന്നോ? സിനിമ കഴിഞ്ഞ് എങ്ങോട്ടാ പോണേന്ന് നമ്മക്കറിയില്ലല്ലോ. എല്ലാ മണി ഇപ്പൊ ഏകദേശം 8 സിനിമ കഴിഞ്ഞിട്ടായാ പോലും
നേരെ വീട്ടിലോട്ട് തിരിച്ചെത്തേണ്ട സമയമായില്ലേ സാറേ? അപ്പൊ പിന്നെ എങ്ങോട്ടായിരിക്കും പോയത്? അതിന് നിങ്ങൾ അവളെ ഫോണിലൊന്ന് വിളിച്ചു നോക്കിയാ പോരെ? ഔട്ട് ഓഫ് റേഞ്ചാ? ആയിരിക്കുമല്ലോ. റേഞ്ച് വിട്ടുള്ള കലാപരിപാടികളാ ഇപ്പോ. അപ്പൊ ശരി. സാറേ വെച്ച് കളയല്ലേ ഇപ്പൊ. എനിക്ക് അങ്ങയൊന്ന് നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കണമെന്നുണ്ട്. ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ? പ്രഭാതത്തിൽ ഞാൻ ഫ്രീ ആയിരിക്കില്ല. ഓ, മധ്യാഹ്നത്തിലോ? മധ്യാഹ്നത്തിൽ ഞാൻ മീറ്റിംഗിലായിരിക്കും. എന്നാ സായാഹ്നത്തിൽ ക്ലബിലോട്ട് അങ്ങ് കൂടിയാലോ? ഓക്കെ, ചിയേഴ്സ്. അപ്പൊ സായാഹ്നം 7:30. 7:32. ഓ, ഓക്കെ. ആയിക്കോട്ടെ. താങ്ക് യു. എന്താ പറഞ്ഞേ? പറഞ്ഞതും അറിഞ്ഞതും മോളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പോയിരുന്ന് പഠിക്ക്. പ്രഭേ. ഓ, അതെ, പിന്നെ അവളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയോ? ഇല്ല. ഇനി അവളെ കിട്ടാൻ വലിയ പാടാ. അവളെ പുളിങ്കൊമ്പില് അതങ്ക മുറുകെ അങ്ങോട്ട് പിടിച്ചിരിക്കുക. ഏത് പുളിങ്കൊമ്പ്? സൊനാലിയോ? എംഡിയോ? നമ്മളെ ഉത്തരത്തിൽ കണ്ടതേ അവള് പുളിങ്കൊമ്പില് കണ്ടു. മധുവേട്ടൻ മാറിക്ക്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മര്യാദക്ക് പറയാം മനുഷ്യന്. അവളെ സിനിമയ്ക്ക് പോയിന്ന്. സിനിമയ്ക്ക്? അവളോ? ആണെന്ന്. ആരുടെ കൂടെ? ഇവളെ ഞാൻ ഇന്ന്. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് മാറി നിൽക്ക്. ആരുടെ കൂടെ പോയത് അവള്? എവിടെയാ പോയത് സിനിമയ്ക്ക്? മധുവേട്ട പറ, എവിടെയാ അവള് സിനിമയ്ക്ക് പോയതെന്ന്? എടി, സിനിമ കാണുന്നത് തിയേറ്ററിലല്ലേ, അവിടെ പോയി. എന്നാലും കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കാനായിട്ട് ആമി അങ്ങ് പോയതേ ഉള്ളൂ. അവളുടെ തോന്നിയാസം കണ്ടോ? മധുവേട്ടൻ ഇന്നലെ പറഞ്ഞതല്ലേ ഇവിടുത്തെ കുടുംബനാഥനാണ് വരച്ച വരയിൽ നിർത്തൂന്ന്. എന്നിട്ട് എന്തായി? അവക്കടെ പോക്ക് കണ്ടോ? എന്റെ മനുഷ്യ ചെത്തിപ്പച്ചി മുറ്റത്ത് അവളെ കയറ്റിയേക്കരുത്. നിങ്ങളാണ് കുടുംബനാഥൻ നിന്ന് തെളിയിച്ചോളണം. നിങ്ങൾ തന്നെയാണോ കുടുംബനാഥൻ? നിനക്ക് വല്ല സംശയമുണ്ടോ? എനിക്ക് സംശയമൊന്നുമില്ല, പക്ഷെ അവക്ക് സംശയം. നീ ഒന്ന് അടങ്ങ്. ഞാൻ എങ്ങനെ അടങ്ങും? മാമിയോട് എന്ത് സമാധാനം പറയും മധുവേട്ടാ? എടി മോള് ചെന്നിരുന്ന് പഠിക്ക്. നാളെ കണക്ക് പരീക്ഷയല്ലേ? പറ, ആമിനോട് എന്ത് സമാധാനം പറയും? പറ. അതെ, ഈ കാര്യം ആമി അറിയണ്ട. ആമി അറിയണം. ഇവളിങ്ങനെ തോന്നിയാസം ആമി അറിയാതെ നടക്കുകയാണെന്ന് ആമി അറിയണം. എന്റെ സ്വയംപ്രഭേ, നീ ആ പ്ലേറ്റ് താഴെ ഇട്ടേ. ഇപ്പോഴേ നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി. എന്റെ മധുവേട്ട എന്റെ മനസ്സിൽ ഇരിക്കണ്ടേ? ഞാൻ അവളോട് ചോദിക്കും. അതെ, മനസ്സിൽ വെച്ചേ പറ്റൂ. നീ അവളോട് തന്ത്രത്തിൽ കാര്യങ്ങൾ ചോദിക്കണം. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവളെ നമ്മുടെ കൂടെ നിർത്തണം. അവള് പിടിച്ചിരിക്കുന്നതേ നിസ്സാര സ്ഥലത്തല്ല, പുളിങ്കൊമ്പിലാ. ഈ കൊച്ചു കൽത്തോട്ടത്തിലെ വലിയ മരുമകനാകാൻ പോകുന്നത് ആരാടി? രാഹുൽ മോൻ. എടി, ഇനി ആ തെണ്ടിയുടെ പേരെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ ഈ കേരളം നിന്ന് കത്തും. അപ്പൊ പിന്നെ ആരാ? സൊനാലി ബംഗ്ലാവിലെ സേതുപതി നാരായണന്റെ അരുമ സന്താനം, സൊനാലി ഡി ഗ്രൂപ്പിന്റെ MD. ചില്ലറ കാര്യമാണോ എന്റെ സ്വയം പ്രഭേ? ആ മരുമോൻ MD നമ്മുടെ ഈ കൊച്ചു പൂമുഖത്ത് ഒരു കസാരയൊക്കെ ഇട്ട് കാലുമ്മേ കാലും കയറ്റി വെച്ചിരിക്കുമ്പോ നീ ഒരു ചായ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കും. പൊന്നാര മരുമോനെ, ഇതിൽ മധുരം മതിയോ പാല് മതിയോ? നീ ഒന്ന് ആലോചിച്ച് നോക്കി. ആഹാ, നല്ല സുഖമുണ്ട്. നിങ്ങൾ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് നടന്നോ? അവസാനം അവൾ അവന്റെ കൂടെ അങ്ങ് പോകും. അവരെ വലിയ കാശുകാരും മുതലാളിമാരും ഒക്കെയാ. ഇവരുടെയൊക്കെ ചരിത്രം അന്വേഷിച്ചാലേ പലതും പുറത്തു പറയാത്തതാ. ഞാൻ രഹസ്യമായിട്ടൊന്ന് ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടണം. ഇവന്റെ കയ്യിൽ നിന്ന് കിട്ടണം. ഇവൻ എന്റെ മുമ്പിൽ ഇപ്പൊ പറയണം ഈ ഒളിച്ചുകളി എന്തിനായിരുന്നു. പപ്പ, അതിന് ആൻസർ തരാൻ സിദ്ധുവിന് പറ്റത്തില്ല പപ്പ. ഇത് സിദ്ധുവിന്റെ പ്ലാനൊന്നും അല്ല. ഫുൾ പ്ലാനും അപർണയുടെ.
അപർണയോ? ഏതപർണ? അവനെ എഴുന്നള്ളിപ്പിച്ചോണ്ട് വന്നൊരു പെണ്ണുണ്ടല്ലോ ഇപ്പൊ, ലോകോത്തര ബുദ്ധിശാലിയായ ഒരു പെണ്ണ്. ഡിസൈനർ അപർണ മുരളി. ആ കൽത്തോട്ടത്തിലെ കുട്ടിയോ? അതെ പപ്പ. വാട്ട് എ ജോക്ക്. സൊനാലി ഫാബിന്റെ കാര്യങ്ങൾ പുറത്തുനിന്ന് വന്ന ഒരു സാധാരണ എംപ്ലോയി തീരുമാനിക്കുന്നു. കൊള്ളാം, മിടുക്കൻ അല്ലേ സുന്ദര? ഇവനങ്ങ് മിടുക്കനായിപ്പോയി. പപ്പ, ഇതിനൊക്കെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിനാ പപ്പ? ഒരു കോമ്പറ്റീഷൻ വേണമെങ്കിൽ ഞാനും സിദ്ധുവും തമ്മിൽ പോരെ? നമുക്കിടയിലേക്ക് ഒരു സാധാരണ പെൺകുട്ടി വന്ന് കാര്യങ്ങളുടെ നിയന്ത്രണമൊക്കെ ഏറ്റെടുക്കാന്ന് വെച്ചാ അതിനേക്കാൾ മാനക്കേടെന്താ പപ്പ? അങ്ങനെ വലിഞ്ഞു കയറി വരുന്നവൾക്ക് കസേരയിട്ട് കൊടുത്തിട്ട് അവൾക്ക് അവിടെ ഭരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ആരാ പപ്പ? ചോദിക്കു പപ്പ അവനോട്. എന്തിനാ അവസരം ഉണ്ടാക്കി കൊടുത്തെന്ന് ചോദിക്കു പപ്പ. പപ്പ, ഇത് അപർണയുടെ പ്ലാൻ അല്ല, എന്റെ പ്ലാനാ. നീ എന്തിനാ ആ പെൺകുട്ടിയെ ഫേവർ ചെയ്യുന്നത്? എന്താണ് ആ കുട്ടിയോടുള്ള കമ്മിറ്റ്മെന്റ്? എനിക്ക് ആ കുട്ടിയോട് കമ്മിറ്റ്മെന്റ് ഇല്ല. പക്ഷെ ആ കുട്ടിക്ക് ഒരു സ്റ്റാഫ് എന്ന നിലയിൽ നമ്മുടെ സ്ഥാപനത്തോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. മറ്റു മിക്ക സ്റ്റാഫുകൾക്കും അവരവരുടെ സ്വന്തം സ്ഥാനവും കസാരയും ഉറപ്പിക്കാനാ സൊനാലിയിൽ ജോയിൻ ചെയ്യുന്നത്. തന്റെ തലച്ചോറ് ആർക്കും പണയം വയ്ക്കാത്ത വളരെ ബ്രില്യന്റ് ആയിട്ടൊരു ഡിസൈനറാ അപർണ. അവർക്ക് അവരുടെ നിലപാടുണ്ട്, കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പെൻസിൽ കൊണ്ട് കോറിയിടുന്ന ഡിസൈനിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാവും. അങ്ങനെ അത്ഭുതം സൃഷ്ടിക്കാനാണെങ്കിൽ കഴിഞ്ഞ മീറ്റിംഗിൽ എന്താ അവളുടെ ഡിസൈൻ പ്രസന്റ് ചെയ്യാൻ സിദ്ധുവിന് പറ്റാതെ പോയത്? അങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. ആ പ്രസന്റേഷൻ മുടക്കണമെന്ന് തീരുമാനിച്ച ഒരു ടീം നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഇൻഹൌസിൽ തന്നെയുണ്ട്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? വ്യക്തമായിട്ട് പറ. പപ്പ, ഇവന്റെ പരാജയം മറയ്ക്കാൻ വേണ്ടി ഇവ മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കുക. സിദ്ധുവിന്റെ പ്രസന്റേഷൻ മുടക്കാൻ വേണ്ടി ഞങ്ങളുടെ ടീമിലെ എല്ലാരും കൂടി എന്തൊക്കെയോ ചെയ്തു എന്നാ പറയുന്ന ഇവൻ. അതെ, അത് തന്നെ. എന്റെ പ്രസന്റേഷൻ നടക്കരുതെന്ന് നിങ്ങളാ തീരുമാനിച്ചേ. അങ്ങനെയാണെങ്കിൽ അപർണ നിന്റെ കോൾ എടുക്കാഞ്ഞ എന്താ? അതിന്റെ കാരണം എന്താ? പപ്പ, പ്രസന്റേഷൻ നടക്കരുതെന്ന് കൂട്ടായി തീരുമാനിച്ചാ അതിന് പല കാരണങ്ങളും ഉണ്ടാവും. ഇങ്ങനെ ഒരേ പ്രസന്റേഷന് വേണ്ടി രണ്ടായി ഡിവൈഡ് ചെയ്ത് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു തന്നെ പപ്പയാ. ആ തീരുമാനം തന്നെ തെറ്റാ. ഒരുമിച്ച് നിന്നാലേ സക്സസ് ഉണ്ടാവും. മറ്റ് കമ്പനിയിൽ വാശിയോടുകൂടി വളരുമ്പോ നമ്മളുടെ സ്ഥാപനത്തെ നമ്മൾ തന്നെ ചവിട്ടി താത്തിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റോ ഈ ഗ്രൂപ്പുകളി ഡിവൈഡ് ആൻഡ് റൂൾ. നമുക്കത് വേണ്ടെന്ന് പപ്പ തന്നെ തീരുമാനിക്കണമായിരുന്നു. രണ്ട് ടീമിന്റെ ശക്തിയല്ല, ഒറ്റയ്ക്കൊരു ടീമിന്റെ ശക്തിയാ വേണ്ടെന്ന് എന്നെ നമ്മുടെ കമ്പനിയെ ബോധ്യപ്പെടുത്തിയത് അപർണയാ. വണ്ടർ ത്രെഡിന് മുമ്പിൽ ഇന്ന് നമ്മൾ കയ്യടി മേടിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് അവരുമായിട്ടുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് വർക്ക് ചെയ്തോണ്ടാ. അതിന്റെ കാരണക്കാരി അപർണ തന്നെയാ. അതുകൊണ്ട് ആ കുട്ടിയെ തെറ്റുകാരിയായിട്ട് നിങ്ങൾ ആരും കാണണ്ട. ആർക്കും ദോഷം വരുന്ന ഒരു കാര്യമല്ല ഞാൻ ചെയ്തത്. എല്ലാം ഞാൻ എന്റെ മമ്മിയോട് പറഞ്ഞിട്ടുണ്ട്. മമ്മിയോട് പറയാതെ ഒരു കാര്യം പോലും ഞാൻ ചെയ്തിട്ടില്ല. കമ്പനിക്ക് നമുക്ക് ദോഷം വരാതെ ഒരു ചെറിയ കള്ളം, ഒരു ഒളിച്ചുകളി, അത് നമ്മുടെ അങ്ങേറ്റത്തെ വിജയത്തിനു വേണ്ടി. എനിക്ക് അത്രേ പറയാനുള്ളൂ. ആ മേൽവിലാസമൊക്കെ ഇപ്പൊ എവിടാണോ എന്തോ. റേഷൻ കാർഡിൽ നിന്ന് വരെ പേര് വെട്ടി. മരണപ്പെട്ടവൻ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവൻ. ബാലു, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ എന്തിനാ? അങ്ങോട്ടുള്ള കാര്യങ്ങൾ നോക്ക്. ആ പാവപ്പെട്ട മുരുകൻ മുത്തപ്പനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. ആ പാവപ്പെട്ടവന്റെ അക്കൗണ്ട് നമ്പരും ID പ്രൂഫും ഒക്കെ വെച്ചാണല്ലോ പൈസ വാങ്ങിച്ചിരിക്കുന്നത്. നമ്മളെന്തായാലും ഇന്ന് മുങ്ങും.
ആ പാവപ്പെട്ടവനും പെണ്ണും പിള്ളയും പിള്ളേരും എല്ലാം കൂടി ഇനിയിപ്പം മിക്കവാറും റെയിൽവേ ട്രാക്കിൽ എല്ലാരും കൂടി തലവെക്കേണ്ടി വരും. അത് ഓർക്കുമ്പോഴാ. ചുമ്മാ ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സും പറഞ്ഞോണ്ടിരിക്കാതെ ആ ഫോണിങ്ങിത്താ. ബാഗും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാതെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ. നേരെ ബോംബെ. അവിടെ ചെന്നിട്ട് തീരുമാനിക്കുക എങ്ങോട്ടാ പോണ്ടേന്ന്. ആ ഫോൺ ഇങ്ങോട്ട് എടുക്കാൻ. ബുക്ക് ചെയ്യ്. എന്റെ ഫോൺ എവിടെ? നിന്റെ ഫോൺ നിന്റെ അടുത്തല്ലേ? ബാങ്കിൽ കയറിയപ്പോ ഞാൻ തന്നില്ല നിന്റെ കയ്യില്. തന്നായിരുന്നോ? ബാലു, എന്റെ ഫോൺ എന്തിയേ? വെയിറ്റ് ചെയ്യ്, നോക്കൂല്ലേ. എവിടെയാ വെച്ചത്? ചിലപ്പം ബാങ്കിലെങ്ങാണം വെച്ചാണ്. ഒരാള് നമ്മളെ പുറകേന്ന് വിളിച്ചില്ലായിരുന്നോ? അപ്പോ അത് ഫോണുമായിട്ട്. ഞാൻ വിചാരിച്ച എന്നെ മനസ്സിലായിട്ട് ആരെങ്കിലും ഫോളോ ചെയ്തയാന്ന്. അബദ്ധായല്ലോ. എനിക്ക് ആകെ കുഴഞ്ഞു. എല്ലാ നമ്പറും ഡീറ്റെയിൽസും ആ ഫോണിനകത്താ. നീ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം ഈ ഫോൺ ഉപയോഗിക്കും. ഓ, നീ മണ്ടത്തര പറയല്ലേ ബാലു. ഇത് നമുക്ക് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വാങ്ങിച്ച ഫോണല്ലേ. ഇതെങ്ങനെ പിടിക്കപ്പെട്ടോ അതിനെക്കാട്ട് വലിയ പ്രശ്നമാ. ഫോണില്ലാതെ ശരിയാവില്ല. എല്ലാ ഡീറ്റെയിൽസും റെക്കോർഡ്സും അതിലാ. എന്തേലും ആവട്ടെ, ആ നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്ക്. റിങ്ങുണ്ടോ? സ്വിച്ച് ഓഫ്. കിട്ടിയവന്മാര് ഓഫ് ചെയ്ത് കാണും. കുറച്ചു കഴിഞ്ഞ് ഒന്നുകൂടെ വിളിക്കാം. എന്നാലും ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എല്ലാരും വാ. ഏഷ്യയിലെ ഏറ്റവും വലിയ കമ്പനിയായ വണ്ടർ ത്രെഡുമായി നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്ത ദിവസമാണ് ഇന്നലെ. നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോവാവുന്ന ഒരു പ്രോജക്ട്. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം കണ്ട തിരിച്ചു പിടിക്കാൻ പറ്റിയത്. നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. All credit goes to my team. സർ, ഐ തിങ്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് നമ്മൾ കൊടുക്കേണ്ടത് അപർണയ്ക്കാണ്. എല്ലാ കാര്യങ്ങളുടെയും പ്ലാനിംഗ് അപർണയാണ്. ഞങ്ങളെല്ലാവരും അപർണയെ ഒന്ന് സപ്പോർട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ക്രെഡിറ്റ് അപർണയ്ക്കല്ലേ കൊടുക്കേണ്ടത്? സോണി, ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടീം വർക്കിനോ അവരുടെ എഫേർട്ടിനോ. ഒരു ഐഡിയ ആർക്കും പറയാം, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത് ഒരു ടീമിന്റെ എഫേർട്ടാ. ഇനി ഈ മനുഷ്യൻ തന്നെ ആയിരിക്കോ എന്നെ വെളുപ്പാങ്കാലത്ത് വിളിച്ച് വരാൻ പറഞ്ഞത്? അവളങ്ങനെ മാറി നിൽക്കുന്നത് ഞാൻ അവളെ സ്പെഷ്യലായിട്ട് അഭിനന്ദിക്കാനാവും. നടന്നത് തന്നെ. എനിവേ, നിങ്ങളെല്ലാരും കുറച്ച് കഴിയുമ്പോൾ ക്യാബിനിലേക്ക് വരണം. പുതിയൊരു ഓർഡറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ? ഓക്കെ സർ. അവകാശികൾ ആരോ വിളിക്കുന്നല്ലോ. ഹലോ ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നേ? ഈ ഫോൺ നിങ്ങളുടെ ആണോ? എന്റെ ഫോണെന്ന് പറഞ്ഞാ അത് ശരിയാവില്ല. എന്താ പറയേണ്ടത്? അത് എന്റെന്ന് പറഞ്ഞ നിങ്ങൾ ആരാ സംസാരിക്കുന്നതെന്നൊന്ന് പറയാവോ പ്ലീസ്? മാഡം, എനിക്ക് ഈ ഫോണ് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാ. ഇതിന്റെ ഉടമസ്ഥൻ ആരെന്നറിയാതെ വിഷമിച്ചിരിക്കുക ഞാൻ. ഓഫീസിൽ നിന്നൊന്ന് പറഞ്ഞ് എന്നെ വിളിച്ച ആളിന്റെ തന്നെയാ, അതുറപ്പാ. അതാരാണെന്നൊന്ന് അറിയണല്ലോ. ഹലോ ഹലോ, ഒന്നും പറഞ്ഞില്ല.
ആക്ച്വലി ഫോൺ എന്റെ അല്ല, എന്റെ ഒരു ഓഫീസ് സ്റ്റാഫിന്റെ കയ്യിലിരുന്ന ഫോണാ. ഇത് ഒഫീഷ്യൽ ഫോണാ. ചിലപ്പോ അറിയാതെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വീണുപോയതായിരിക്കും. ഇതെവിടെയാ സ്ഥലം? ഞാനിവിടെ പോളയത്തോടാ. ഞങ്ങളുടെ കടയുടെ മുമ്പിൽ നിന്നാ ഫോൺ കിട്ടിയത്. നിങ്ങൾക്ക് ബിസിനസ് ആണോ? ഒരു ജ്യൂസ് കടയാ, അറേബ്യൻ ജ്യൂസ്, പോളയത്തോട്. ആ ഫോണൊന്ന് ഞങ്ങളുടെ ഓഫീസിലോട്ടൊന്ന് എത്തിക്കാൻ പറ്റോ? എന്ത് ഓഫീസാ? സൊണാലി ഫാബ്. അഡ്രസ് ഞാൻ തരാം. സൊണാലി? അറിയാം. ഇപ്പൊ ഒന്ന് എത്തിക്കാൻ പറ്റോ? അതെ, 1 മണിക്കൂർ കഴിയും. ഇപ്പൊ ഇച്ചിരി തിരക്കാ. ഓക്കെ. ശരി, എത്തിച്ചേക്കാം. കുറച്ച് പുറകെ ഓടിയതാ. ആളെ കിട്ടി. ആരായിരുന്നു? ഈ നമ്പർ അയാളുടെ അല്ലാന്ന്. ഫോൺ വഴിന്ന് കിട്ടിയതാന്ന്. വഴിന്ന് കിട്ടിയതോ? വഴിന്ന് കിട്ടിയതാണെങ്കിൽ അപർണയോട് എന്തിനാ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞത്? കഴിഞ്ഞ ദിവസാ കിട്ടിയതെന്ന്. ഇവിടെ സിറ്റി തന്നെയാ. ഫോൺ ഇങ്ങോട്ട് കൊണ്ടുവരാന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ നമുക്ക് അറിയാലോ ആരുടെ ഫോണാണെന്ന്. ജയൻ സാർ ഇങ്ങോട്ട് വന്നേ. എന്താ സാറേ? ഞാനേ ഒറിജിനൽ ജയൻ സാറിന്റെ ഭയങ്കര ഫാനായിരുന്നു. നിന്നെ കാണുമ്പോഴേ എനിക്ക് അങ്ങേരെ ഓർമ്മ വരണേ. നീ ഇരിക്കി. സാറ് കാര്യം പറ. ഏയ്, നീ സമാധാനപ്പെടറാ. മോളിങ്ങോട്ട് വന്നിരിക്കി. മിസ്റ്റർ ജയൻ, ഇതാരാണെന്ന് നിനക്കറിയാമോ? സ്റ്റാഫ് അല്ലേ സാറേ? അതിനപ്പുറത്ത് വലുത് നിനക്കറിയാമോ? അതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എന്റെ ഡ്യൂട്ടിയിൽപ്പെടാത്ത കാര്യങ്ങളാണ്. അപ്പോ നിന്റെ ഡ്യൂട്ടിയിൽ പെടാത്ത കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. സാറേ, എന്റെ ഡ്യൂട്ടിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അപർണ വന്നപ്പോ നീ ഡ്യൂട്ടിയിലുണ്ടായിരുന്നോ? എനിക്ക് സൺഡേ മാത്രമേ ഓഫുള്ളൂ. ബാക്കി 24 മണിക്കൂറും ഡ്യൂട്ടിയാ. ഈ അപർണ മിനിയാന്ന് വെളുപ്പിന് വന്നപ്പോ MD സാർ ഇവിടെ ഉണ്ടായിരുന്നോ? MD സാർ വരുന്നതിന്റെ പോകുന്നതിന്റെ സമയം നോട്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടില്ല. കണ്ടാ മോളെ, ഇവൻ പിടി തരണില്ല. ഇവനേ ജയനല്ല, ജോർജ് കുട്ടിയാ. നീയാണല്ലടാ വെളുപ്പിന് 4:30 അപർണയെ ഫോൺ വിളിച്ച് ഓഫീസിൽ എത്താൻ പറഞ്ഞത്. സാർ, അത് എന്റെ ഡ്യൂട്ടി അല്ല. MD സാർ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചാ നീ ചെയ്യില്ലേ? ഏൽപ്പിച്ചാ ചെയ്യും. ഈ MD സാറ് രാത്രി ഓഫീസിൽ വന്നു. നിന്റെ ഫോണിൽ നിന്ന് ആ കുട്ടിയെ വിളിക്കാൻ പറഞ്ഞു. നീ വിളിച്ചു. അത് ശരിയാണോ? സാറിന് ഇത് എന്തിന്റെ കുഴപ്പാ? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം. ഇയാളുടെ ഫോൺ നമ്പർ എത്രയാ? എന്റെ നമ്പരും ചരിത്രവും ഒക്കെ ഈ ഓഫീസിലെ രജിസ്റ്ററിലുണ്ട്. നീ ഭയങ്കര അഹങ്കാരിയാണല്ലോടാ. ഇങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിൽ അങ്ങനെ തന്നെയാ. സാറിങ്ങനെ പോലീസ് മുറയിലൊക്കെ ചോദ്യം ചെയ്യുന്ന എന്തിനാ? MD സാർ ഇവിടെ ഓഫീസിൽ വന്നു, ആ കുട്ടിയും വന്നു. കോഫി ഇട്ട് കൊടുക്കാൻ പറഞ്ഞു, കോഫി ഇട്ട് കൊടുക്കുകയും ചെയ്തു. കണ്ടാ?